ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് ലീബ്ര സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ടാണ്, നക്ഷത്രം സൈൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ഒരു കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ കൺസൾട്ടേഷൻസ് പെയ്ഡ് സെഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം, ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, ഫ്യൂച്ചർ എന്തായിരിക്കും, എന്താണ് ഇപ്പോഴത്തെ ചാലഞ്ചസ് ഒക്കെ ഉണ്ടാവണത്, നമ്മൾക്ക് അതൊക്കെ നോക്കാം. അപ്പോൾ ഈ വീഡിയോനെ സ്റ്റാർട്ട് ടു എൻഡ് വരെ നോക്കുക. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. അപ്പോൾ ലീബ്ര, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിരിക്കണേ പേജ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി, അവരുടെ എനർജിയിൽ ജസ്റ്റിസ്, അത് ലീബ്ര എനർജി തന്നെയാണ്. അപ്പം നിങ്ങളുടെ എനർജി അവരുടെ സൈഡിൽ വന്നിരിക്കണു. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ 9 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ കിങ് ഓഫ് വാൻസ് ആണ്. എന്താണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണ് വേണ്ടിയിട്ട്? ഹെർമിറ്റ് എനർജി, ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൺ. എന്താണ് ഇവിടെ നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ നിങ്ങളുടെ പേജ് ഓഫ് വാൻസ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത് കിങ് ഓഫ് കപ്സ്. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ 6 ഓഫ് കപ്സ്. ഔട്ട്കം എന്താണ് ഇവിടെ? ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ ലീബ്ര ഇവിടെ ഞാൻ കാണുന്നത്, അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി ഇവിടെ ഞാൻ കാണുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. പേജ് ഓഫ് കപ്സ് ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജിയാണ്. ഒരു പുതിയ റിലേഷൻഷിപ്പ് ആവാം, ഇതൊരു എപ്പോളജി ആവാം. ആരോ പറഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സണ് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തിന് എന്തോ ഒരു മാപ്പ് ചോദിക്കണ എനർജി. അതല്ല വെച്ചാൽ അവർ നിങ്ങളോട് മാപ്പ് ചോദിക്കണു. പക്ഷെ ഇത് ഒരു പുതിയ റിലേഷൻഷിപ്പ് ആവാം. നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണെന്ന് നിങ്ങൾ ഈ പേഴ്സണോട് പറയണു. ഒരു പുതിയ ബിഗിനിങ് ആവാം, ഒരു പുതിയ തുടക്കം ആവാം. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ ജസ്റ്റിസ് ആണ്. അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കണത്. ജസ്റ്റിസ് ലീബ്ര എനർജിയാണ്. അത് അവരുടെ ഭാഗത്തിലാണ് വന്നിരിക്കണേ. കുറെ ഒരു ബാലൻസ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് ഇവർ. എല്ലാം കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് അവർ സംസാരിക്കുള്ളൂ. ഈ മറ്റേ കാര്യം എന്താ പറയണ വെച്ചാൽ ഈ പേഴ്സൺ മാരിഡ് ആവാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പേജ് ഓഫ് കപ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കുറേ ലവ് ആണ് ഈ പേഴ്സണ് വേണ്ടിയിട്ട്. നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഈ പേഴ്സണ് കുറേ ഇഷ്ടമാണ്. ഈ പേഴ്സൻ്റെ സൈഡിൽ ജസ്റ്റിസ് എന്താണ്? ഈ പേഴ്സൺ എന്തോ തുറന്ന് സംസാരിക്കണില്ല നിങ്ങളോട് കാര്യങ്ങൾ. പറഞ്ഞാൽ അവർക്ക് മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അവർ അത് തുറന്ന് പറയൂണില്ല. എന്താ വെച്ചാൽ അവർ മാരീഡ് ആയിരിക്കാം, അവരുടെ ലൈഫിൽ വേറെ ആരോ ഉണ്ടായിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് അറിയുണ്ടാവില്ല ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ആരോ ഉണ്ടെന്ന്. ഇവർ കമ്മിറ്റഡ് ആയിരിക്കാം, എൻഗേജ്ഡ് ആവാം, മാരീഡ് ആവാം. ഓക്കെ, അവരുടെ ലൈഫിൽ പക്ഷെ എന്തോ വേറെ നടക്കുന്നുണ്ട്. ആൻഡ് ആ കാര്യം അവർ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, അതുകൊണ്ട് അവർക്ക് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റുന്നുണ്ടാവില്ല. എന്താ വെച്ചാൽ അവർ മാരീഡ് ആണ്, ഇല്ല വെച്ചാൽ അവർ കമ്മിറ്റഡ് ആണ്. അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ 9 ഓഫ് കപ്സ് ആണ്. കറണ്ട് സിറ്റുവേഷനിൽ രണ്ടാൾക്കും ഒരു റിലേഷൻഷിപ്പാണ് വേണ്ടത്. രണ്ടാൾക്കും ഈ റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോകണം എന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, രണ്ടാളുടെ ഫീലിങ്സ് ഒരുമാതിരി തന്നെയാണ്. പാസ്റ്റിൽ ഞാൻ കാണുന്നത് കിങ് ഓഫ് വാൻസ് ആണ്. പാസ്റ്റിൽ ഒരു ഫയർ സൈൻ ഇവിടെ കാണാണ്ട് നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ ഒരു ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആവാം. ഇവർ കുറേ പാഷൻ ഉള്ള പേഴ്സൺ ആണ്. ഇവിടെ ഒരു വാട്ടർ സൈനും കാണാണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. അപ്പം ഞാൻ കാണുന്നത് ഇവിടെ കുറേ ഇമോഷൻസ് ഉണ്ടായിരുന്നു പാസ്റ്റിൽ. നിങ്ങൾ രണ്ടാളും
ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം ഉണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ. ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടായിരിക്കും നിങ്ങൾ രണ്ടാളും ഈ റിലേഷൻഷിപ്പിൽ തുടങ്ങിയത്. പക്ഷെ എവിടെയോ ആ ഫീലിങ്സ് കൂടുതൽ ഡെവലപ്പ് ആയപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ ചേഞ്ച് ആയി. നിങ്ങളുടെ പക്ഷേ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഹേമിട്ടാണ്. അപ്പം നിങ്ങൾ ഇതുവരെ ഒന്നും ഒരു ആക്ഷൻ എടുത്തില്ല. നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ കുറെ ആലോചിച്ചിട്ട് വേണം ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തിൽ ഞാനൊരു സെപ്പറേറ്റഡ് എനർജിയാണ് കാണുന്നത്. നിങ്ങൾ കുറെ ശ്രമിച്ചു ഈ പേഴ്സണെ മറക്കാൻ. നിങ്ങളുടെ കരിയറിലാണ് ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നോക്കുന്നത്. എന്താ വെച്ചാൽ നിങ്ങൾക്കും എവിടെയോ അറിയാം ഈ പേഴ്സണിൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ ഉണ്ടാവില്ല എന്ന്. കിങ് ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. നിങ്ങൾ കുറെ വർക്ക് ഫോക്കസ്ഡ് ആണ്. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ നിങ്ങളുടെ കരിയറിലാണ് ഫോക്കസ് ചെയ്യണത്. ഈ പേഴ്സണിന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൺ ആണ്. അപ്പൊ അവർക്ക് ക്ലിയർ ആണ് ആക്ച്വലി അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ടെന്ന് അവർക്ക് അറിയാം. അതിലൊരു ക്ലാരിറ്റി ഉണ്ട്. അവർ നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. ജഡ്ജ്മെന്റ് എനർജി. അപ്പൊ അവരെന്തോ ഒരു തീരുമാനം എടുക്കാൻ നോക്കണു. എന്താ വെച്ചാൽ ഇപ്പോൾ അവർക്കത് പറഞ്ഞ ആ ഫീലിങ്സ് അവർക്ക് അതിനെ മറക്കാൻ പറ്റുന്നില്ല. പറഞ്ഞാൽ നിങ്ങളെ മറക്കാൻ പറ്റുന്നില്ല. ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകണം എന്ന് അവർക്കൊരു ആഗ്രഹമുണ്ട്. അപ്പം എന്തോ അവരൊരു തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട് ഈ മാസം. ഞാൻ കാണുന്നത് ഇവിടെ ഇന്റൻഷനിൽ നിങ്ങൾ ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റിലാണ് വെച്ചാൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തോ ഒരു മെസ്സേജ് നിങ്ങൾ അയക്കും. അതല്ല വെച്ചാൽ അവർ നിങ്ങളെ ഒരു മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ട്. ചാരിയറ്റ്. കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണ എനർജിയാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ ഇന്റൻഷൻ എന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകുക. അതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടും മതി. പക്ഷെ എന്തായാലും ഈ നോ കോണ്ടാക്റ്റിന് പുറത്തു വരാനാണ് നിങ്ങളുടെ ഇന്റൻഷൻ ഉള്ളത്. ഈ പേഴ്സന്റെ ഇന്റൻഷൻ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഇവരെ ഇപ്പോൾ ഉടനെ ഒരു റിയാക്ട് ചെയ്യണ ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കില്ല. അവർക്ക് എല്ലാ കാര്യത്തിലും കുറേ സമയം എടുക്കണേ. തീരുമാനം എടുക്കുമ്പോഴും അവർ കുറേ സമയം എടുത്തിട്ടാണ് തീരുമാനം എടുക്കുക. അപ്പം ഞാൻ കാണുന്നത് ഇവിടെ അവർക്കൊരു ലോ സെൽഫ് കോൺഫിഡൻസ് ഇഷ്യൂ ഉണ്ട്. അവർക്കൊരു പേടിയുണ്ട് നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്താലേ അവർ ചിലപ്പോൾ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പം നിങ്ങളുടെ ആക്ഷൻ ഞാൻ കാണുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ഈ പേഴ്സണോട് നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ തുറന്ന് പറയാനുള്ള പ്ലാൻ ആണ് നിങ്ങളുടെ. കുറെ ഇമോഷണലി ബാലൻസ്ഡ് എനർജിയിലാണ് നിങ്ങൾ. പക്ഷെ 8 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ 2 ചോയ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഈ പേഴ്സൺ റെഡി അല്ല വെച്ചാൽ എനിക്ക് ഈ സിറ്റുവേഷനെ വിട്ടു പോകേണ്ടി വരും എന്ന്. ആ സിറ്റുവേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ട്. പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ എങ്ങനെയും വേണച്ചാൽ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോവാം. അതല്ല വെച്ചാൽ ഇവിടെ തന്നെ ഉണ്ടാവാം. അപ്പം നിങ്ങളൊരു തീരുമാനം എടുക്കാൻ നോക്കണോ. ഇത് റിസ്ക് എടുക്കണോ വേണ്ടേ, ഈ പേഴ്സണോട് എൻ്റെ ഫീലിങ്സ് പറയണോ വേണ്ടേ, അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ അനലൈസ് ചെയ്യണോ. ഈ പേഴ്സൻ്റെ ആക്ഷനിൽ 6 ഓഫ് കപ്സ്. ഇവർ ഡെഫിനറ്റ്ലി ഒരു റീകൺസിലിയേഷനെ കുറിച്ചാണ് അവർ മനസ്സിൽ വെച്ചണേ. അവർക്ക് ഈ സിറ്റുവേഷനിൽ ഒരു റീകൺസിലിയേഷൻ വേണം. പക്ഷെ കുറെ സ്ട്രെസ്ഡ് ആണ് അവർ. എന്താ വെച്ചാൽ അവർക്ക് അറിയില്ല നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന്. ഔട്ട്കം ഹൈറോഫാണ്ട് ആണ്. അപ്പോൾ ഇതൊരു ഡിവൈൻ ടൈമിങ്ങിൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. കുറേ ഇന്നർ സ്ട്രെങ്ത്തിൻ്റെ ആവശ്യമുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാൾക്കും ഒരു പേടിയുണ്ട്, ഇത് ശരിയാവോ ഇല്ലേന്ന് അറിയില്ല. പക്ഷേ ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളും മുമ്പോട്ടേക്കാണ് പോകുന്നത്. കുറേ സ്റ്റെബിലിറ്റി വരണു ഈ സിറ്റുവേഷനിൽ. ഇപ്പോൾ നിങ്ങൾ കുറേ ഒരു പേടിച്ച് ആക്ഷൻ എടുക്കാത്ത ഒരു സ്ഥിതിയിലാണ് വെച്ചാൽ അത് മാറാൻ പോകുന്നുണ്ട്. എന്തോ ഒരു മാറ്റം വരും. ഡെഫിനറ്റ്ലി ഇവിടെ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കുന്നുണ്ടാവും. ഇവിടെ കുറേ പാഷൻ ഉണ്ട്. ഓക്കെ. പക്ഷെ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താന്ന് പറഞ്ഞാൽ അത് ഇതുവരെ ഞാൻ ക്ലിയർ ആയി ഇവിടെ വരുന്നില്ല. എന്താ വെച്ചാൽ ഇതൊരു മാസത്തിൻ്റെ റീഡിംഗ് ആണ്. അപ്പം മേ ബി ഈ മാസം നിങ്ങൾ സംസാരിച്ച് ഈ നോ കോണ്ടാക്റ്റിന് പുറത്ത് വരുന്നുണ്ടാവും. അതല്ല വെച്ചാൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടാവും. പക്ഷെ ഒരു തീരുമാനം ഇതുവരെ ഞാൻ പറഞ്ഞ ഒരു ഫ്യൂച്ചർ വൈസ് ഇവിടെ ഒരു ഔട്ട്കം കാണാനില്ല ഇതുവരെ. ഓക്കെ. മേ ബി അത് അടുത്ത മാസമായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ ഈ മാസം എന്തായാലും നിങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ സോർട്ട് ചെയ്യാനായിരിക്കും നോക്കുന്നുണ്ടാവുക. ഐ ലെഫ്റ്റ് വെൻ ഐ സോ യു വിത്ത് സമ്മൺ. അപ്പോൾ ഇത് നിങ്ങളുടെ ഭാഗത്തുനിന്നായിരിക്കും. നിങ്ങൾ ഈ പേഴ്സണെ വേറെ ആരുടെയോ കൂടെ കണ്ടപ്പോൾ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ പിന്മാറി. ഐ വിഷ് ഐ കുഡ് ടേക്ക് ബാക്ക് മൈ വേർഡ്സ് എന്ന് വന്നിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ രണ്ടാളും എന്തോ ഡിസൈഡ് ചെയ്തിട്ടായിരിക്കും ഈ സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടാവുക. സോ മെനി തിങ്സ് റിമൈൻഡ് മീ ഓഫ് യു. അപ്പോൾ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ക്യാൻസർ, അക്വേരിയസ് ഉണ്ട്, ലീബ്ര ഉണ്ട്, ലിയോ ഉണ്ട്. ഓക്കെ, കുറേ വാട്ടർ സൈൻസ് ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. ആൻഡ് ബാക്കിയുള്ള കാർഡൊക്കെ മിക്സ്ഡ് ആണ്. ടോറസ്, വെർഗോ, കാപ്രിക്കോണും ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പറഞ്ഞ പോലെ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.